ഹായ് നമസ്കാരം, ഞാൻ ബിന്ദു. ആറ്റുകാൽ പൊങ്കാലങ്ങ് അടുത്തെത്തി അല്ലേ. നമ്മൾ ഒരുപാട് ഭക്തിയോടും വിശ്വാസത്തോടും എല്ലാം നമ്മൾ പ്രാർത്ഥനയോടും കൂടിയാണ് നമ്മൾ ഈ പൊങ്കാല ഇടാൻ പോകുന്നത് അല്ലേ. ഈ പ്രാവശ്യത്തെ പൊങ്കാല 10 തൊട്ട് 2:15 വരെയാണ് ഏറ്റവും വെയിൽ കിട്ടുന്ന ഒരു സമയമാണ്. ഈ പൊങ്കാല ദിവസം നമ്മളെല്ലാവരും മറന്നു പോകുന്നതും ആണ്. പക്ഷേ എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചർമ്മ സംരക്ഷണം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളുന്ന സമയവും ദിവസവുമാണ് ചൂടും. വെയിൽ മാത്രമല്ല, ചൂടും കൂടെയാണ്. അപ്പം അത് നമ്മുടെ സ്കിന്നിന് അത്രത്തോളം നമുക്ക് ബാധിക്കുന്ന ഒരു ദിവസവും കൂടെയാണ്. അപ്പം നമ്മളത് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ലേ. കോട്ടൺ ഡ്രസ്സ് ഇടാൻ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ തലയിൽ കൂടെ ഒരു തോർത്തെങ്കിലും നമ്മൾ വെയിലിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടി ശ്രദ്ധിക്കും. പക്ഷെ നമ്മൾ ആരും നമ്മുടെ സ്കിന്നിനെ പറ്റി ചിന്തിക്കാറില്ല. കാരണം പൊങ്കാലയുടെ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മളത് വിട്ടുപോകുന്നതാണ്. പൊങ്കാല ദിവസം രാവിലെ നമ്മൾ കുളിച്ചിറങ്ങിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് സൺസ്ക്രീൻ തന്നെ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ ഒഴിവാക്കാം, ഒരു പ്രോബ്ലവും വരത്തില്ല. കാരണം ഡയറക്റ്റ് അതിന് ഓൾറെഡി നമ്മളിടുന്ന സൺസ്ക്രീനെല്ലാം നമ്മുടെ മോയ്സ്ചറൈസർ അതിനകത്ത് ഇൻക്ലൂഡാണ്. ഇപ്പോൾ ജെൽ ബേസ്ഡ് ആണെങ്കിൽ അതിനകത്തും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒരു ചെറിയ ശതമാനം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. കാരണം ഈ മോയ്സ്ചറൈസർ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി വേർക്കണത് കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ആ ദിവസം അവോയ്ഡ് ചെയ്യാം. SPF 50 to SPF 70 ഉള്ള ഒരു ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന മെഡിക്കേറ്റഡ് ആയിട്ടായാലും ഉള്ളതായാലും ഡോക്ടേഴ്സ് തന്നിട്ടുള്ള ഏതെങ്കിലും സൺസ്ക്രീൻ ആയാലും സാരമില്ല. നിങ്ങൾ ആ ദിവസം നല്ല രീതിയിൽ നല്ല ലെയറായിട്ട് തന്നെ എവിടെയൊക്കെയാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് അവിടെ എല്ലാം, സാരി ഉടുക്കുന്നവരാണെങ്കിൽ ബ്ലൗസ് ടു ബാക്കിലായാലും എല്ലാം, കയ്യിൽ, പിന്നെ കഴുത്തിൻ്റെ ബാക്കിൽ, പിന്നെ ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്നൊരു കാര്യം നമ്മുടെ കാൽപാദത്തിലാണ്. ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്നതും എല്ലാം കാൽപാദത്തിലാണ്, ചൂടടിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും ഇടാൻ മറന്നു പോകരുത്. എല്ലാവർക്കും നല്ലൊരു പൊങ്കാല ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.